നമസ്കാരം കൂട്ടുകാരെ, കണ്ണനും ചിറ്റ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ റെസിപ്പി ഒരു കേക്കിൻ്റേതാണ്. കേക്കിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണേ. മൈദാമാവും ഉപ്പും കൂടിയാണ് ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ബേക്കിംഗ് പൗഡർ ഒരു അര സ്പൂണോളം ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി അത് 3 പ്രാവശ്യം അരിക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി അടിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക. ഒപ്പം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുക. നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രവും ഒന്ന് ചെറിയ സിമ്മിൽ ചൂടാക്കി വെക്കുക. ഒപ്പം തന്നെ കേക്ക് ടിന്നിലേക്ക് നമ്മളൊരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയും പഞ്ചസാരയും അടിച്ചു കൊണ്ടുവന്നതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. മാക്സിമം ഇത് നമ്മൾ ക്ലോക്ക് വൈസിൽ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് പോകുന്നുണ്ട്, എന്നാൽ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി കട്ട കെട്ടാതെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. ചെറുതായിട്ട് ഇപ്പം ഞാനിങ്ങനെ ഇളക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അടുത്ത ഘട്ടം ഇത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ പോയി മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിലെല്ലാ കട്ടകളും മാറിക്കിട്ടി. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബട്ടർ പേപ്പർ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഒരു റിബൺ കൺസിസ്റ്റൻസി എന്നാണ് പറയുക. അതായത് നമ്മളൊരു റിബൺ മടങ്ങി വീഴുന്ന പോലെ ആയിരിക്കണം ഈ കേക്കിൻ്റെ ബാറ്റർ വീഴുന്നത്. അതുപോലെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ മുകളിലൂടെ വരഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് എയർ ബബിൾ ഉണ്ടാവും, അത് പുറത്തേക്ക് പോകാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഉപയോഗിക്കാത്ത പാത്രം ഏതെങ്കിലും വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക, അടയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പാത്രങ്ങൾ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം. ഇത് കറക്റ്റായിട്ട് വന്ന് അടഞ്ഞിട്ടുണ്ട്. ഞാൻ വെക്കുന്നുണ്ട്, അത് ഈ വീഡിയോയിൽ കാണുന്നില്ല. ഇനി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഷുഗറിൻ്റെ സിറപ്പാണ്. വേറെ ഒന്നുമില്ല, കുറച്ച് വെള്ളം വയ്ക്കുക. 2 ഗ്ലാസോളം വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കുക. ഇനി ഒരു 40 മിനിറ്റോളം കഴിയുമ്പോൾ 40-45 എൻ്റെ ഏകദേശം ഒരു 55 മിനിറ്റിനടുത്ത് വന്നു ഇത് റെഡിയായിട്ട് വരാൻ. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ കേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് ഒരു കരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഇനി ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്യണത്. 2-3 ലെയറൊക്കെ നമുക്ക് എത്ര തിക്നെസ്സിലാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കിത് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഞ്ചസാര വെള്ളം ഒഴിക്കേണ്ടത്. ഇതുപോലെ നനച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന അത്രയും തന്നെ മാറ്റി വയ്ക്കുക. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുന്നത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടും. ഇവിടെയാണ് ഫ്ലോപ്പായി പോയത്. കാരണം വിപ്പിംഗ് ക്രീം അത്ര പോലെ നല്ല പഫായിട്ട് നല്ല ഇതിൽ വന്നില്ല. എന്തുകൊണ്ടോ മിക്സിയുടെ ജാറ് ചൂടാവുന്നതുകൊണ്ട് എന്തോ പറ്റിയതാണ്. ഒരു വിധത്തിൽ ഞാൻ തട്ടിക്കൂട്ടി.